ചിരിച്ചോണ്ടിരിപ്പുണ്ടല്ലോ ഫ്രണ്ടില്. ഇത് ഞാൻ രമ്യല്ലേ? ഏത് രമ്യ? നല്ല അസല് വണ്ടി. ഗൾഫിലെ സുരേഷിന്റെ ഭാര്യ രമ്യ. അവള് നിങ്ങളുമായിട്ട് എന്താ ബന്ധം? സുരേഷൻ ഗൾഫിലാണല്ലോ, ഓളെ സഹായിക്കാൻ ആരുമില്ല, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത്. അതാണ് ഒന്നാം സാക്ഷിയും രണ്ടാം സാക്ഷിയും ഇവിടെ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടോ? കേട്ടു. എന്നിട്ട് എന്തു തോന്നി? ഞാൻ അമ്പരന്ന് പോയി. അപ്പൊ ഗൾഫിലുള്ളവരുടെ ഭാര്യമാരെ സഹായിക്കലാണോ നിങ്ങളെ പണി? അതാണോ? ഭാര്യമാരെയല്ല, രമ്യനെ മാത്രം. നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. അയ്യോ, എന്തേ ഒന്നിൽ നിർത്തി കളഞ്ഞേ? ഒരു കാര്യം ചെയ്യ്, നാട്ടിലുള്ള സ്ത്രീകളെ സഹായിച്ചിട്ടേ അച്ഛനും മോനും കൂടി വീട്ടിനകത്തിരിക്കും. നീ ഇതും കൂടി ഉണ്ടോ പിണങ്ങി പോക്ക്? ഞാനിനി ഇവിടെ നിൽക്കണോ? ഞാൻ എന്റെ വീട്ടിൽ. അയ്യോ രമ്യ പോവല്ല, സുഖമായിട്ട് ഞാൻ യാതൊരു ബന്ധം ഉണ്ടാവില്ല, സത്യം. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ഇവിടെ? ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നല്ലോ എനിക്ക്. അത് ശരിയായി. അതന്നെ എനിക്ക് പറയാനുള്ളത്. സുമിത്രയായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല. ആ പാവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് മഹേട്ട. ഞാനൊരു ശല്യമായിട്ട് നിൽക്കണില്ല ഇവിടെ. ഇത്രയും കാലം ആശിച്ചതൊക്കെ വെറുതെ ആണെന്ന് കരുതിക്കൊള്ളാം ഞാൻ. രമ്യ തന്നെയോ? ആരുടെ കുഴി വെച്ച് നിങ്ങൾ ജീവിച്ചോ? എനിക്ക് അറിയണല്ലോ നിങ്ങൾ എത്ര കാലം ജീവിക്കുമെന്ന്. ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേര് ഒരു ഫൈൻ അടിച്ചാൽ തീരുന്ന കാര്യമില്ലു. രമ്യ, സുഹൃത്തേ, എടാ ഓള് പോകുന്ന പോട്ടാ. ആ ഫോട്ടോ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടായി. നീ ഓളെ കെട്ടിക്കും. പോയി പണ്ടനും പോയി ഫോട്ടോ കിട്ടി.